ഹലോ, വെൽക്കം ടു നോ ലിമിറ്റ്സ് ഇന്ത്യ. ഇനി നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാമേ. ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് ഒരു 1/2 കിലോ ചിക്കൻ, അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 20 വെളുത്തുള്ളി, 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 സവോള, 2 തക്കാളി, ഒരു പിടി മല്ലിയില, പുതിനയില, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല. കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം സവോള വഴറ്റുക. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു ഹെൽത്തി വേർഷൻ നോക്കൂ കേട്ടോ. ഇതൊരു തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ. തലശ്ശേരിക്കാരുണ്ടാക്കുന്ന മെത്തേഡ് ഏറെക്കുറെ ഇങ്ങനെയാണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് മെത്തേഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിതൊക്കെ പഠിച്ചത് എൻ്റെ അമ്മായിയമ്മയിൽ നിന്നാണ് കേട്ടോ. അമ്മായിയമ്മയല്ല, എനിക്ക് അവരമ്മ തന്നെയാണ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാണ്ടാണ് ഞാൻ കല്യാണം കഴിച്ച് വന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾ വലിയ പൊങ്ങച്ചം പറയാമെന്ന്. അതല്ല കേട്ടോ, എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ എന്നും ഒരു അതിഥിയായിരുന്നു. സവാള ഒരുപാടൊന്നും വഴറ്റണ്ട കേട്ടോ. ഇനി വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒരു തക്കാളി എടുത്ത് വെച്ച തക്കാളിയില്ലേ അതും ഇതിലേക്ക് ചേർക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ നോൺ വെജ് ഓണം എന്ന് പറയുന്നതെന്ന്. നമ്മൾ ഈ സൈഡിലേക്കുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഓണം, 1-ാം ഓണം, 2-ാം ഓണം അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് 1-ാം ഓണത്തിന് മിക്ക വീടുകളിലും ബിരിയാണി, 2-ാം ഓണത്തിന് സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ പക്ക വെജ് സദ്യ അല്ല കേട്ടോ, അതിലും കാണും നോൺ വെജ്. അതും ഞാൻ കാണിക്കാം കേട്ടോ. പറ്റുന്നവർ പറ്റുന്ന പോലെയൊക്കെ സദ്യാവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പായസവും വെച്ച് ആ ഇലേൻ്റെ സൈഡിൽ ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഉണ്ടാവും. ഓണത്തിന് പക്ക വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരികയായിരിക്കും. ദേഷ്യം വരണ്ട കേട്ടോ, ഓരോ നാട്ടിൽ ഓരോ പോലെയല്ലേ. ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിളക്കി. ഗരം മസാലയ്ക്ക് ഒരു സൂത്രം ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഞാൻ കുറേ കാലം എറണാകുളം ഫ്ലാറ്റിലായിരുന്നു. അവിടെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും സിന്ധു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗേറ്റ് കടക്കുമ്പോഴേക്കും മണം കിട്ടുമെന്ന്. എൻ്റെ ബിരിയാണി സംഭവം എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ, പെട്ടെന്ന് ഉണ്ടാക്കാം. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബിരിയാണി. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്താം. നമ്മൾ ചിക്കനും ചോറും സെപ്പറേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് കൂട്ടി കഴിക്കാനുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇത് മസ്റ്റാട്ടോ, തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ്. ആ മിക്സി തന്നെ എടുത്തിട്ട് അതിൽ ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ ഒരു 1/2 ലൈമും കൂടെ ഒഴിക്കണേ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി പരുവത്തിൽ, ഒരുപാട് അരയണ്ട, എന്നാൽ പിന്നെ തീരെ അരയാണ്ടും ആവണ്ട, ആ ഒരു പരുവത്തിലാക്കി എടുക്കുക ക്രഷ് ചെയ്തിട്ട്. ഈ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബിരിയാണീൻ്റെ കൂടെ. ഇനി അതിന് ശേഷം നമുക്ക് ഒരു സാലഡും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 കപ്പ് തൈരിൽ ഒരു 1/2 കുക്കുംബർ, ഒരു 1/2 സവോള, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് പോമഗ്രനേറ്റ് ഇല്ലേ, അനാർ, അതും കൂടി ഇടുക. അതതിൻ്റെ കൂടെ കാണുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് അതും കൂടെ മാറ്റി വെക്കുക. ഈ 2 സാലഡും, അതായത് ഈ സാലഡും ഈ ചമ്മന്തിയുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുക്കറിലായതുകൊണ്ട് നല്ല വെള്ളം കാണും. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് വെച്ച് അതിനൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് വറ്റിച്ചെടുക്കണ്ട, ഒരു ഇച്ചിരി ചാറ് പോലെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന നല്ലതാണ്. ആ ചാറ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആ ചോറിലോട്ട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി.
ഇതാ ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. കുറച്ച് ഗരം മസാല, ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ 1 സ്പൂൺ ഗരം മസാല മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിൻ്റെ മുകളിൽ തൂവിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെറുതെ അടപ്പ് അടച്ച് വെച്ചേക്കുക. ഇനി സെർവ് ചെയ്യുക. ഈ അരീൻ്റെ മുകളിൽ, ചോറിൻ്റെ മുകളിൽ കുറച്ചൊരു ഹാഫ് ലൈമ്, ഒരു സ്പൂണ് റോസ് വാട്ടറില്ലേ അത്, പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ കളറൊന്നും ചേർക്കാനില്ല. അപ്പം അതിങ്ങനെ കയ്യിലെടുത്തിട്ട് വേണം കേട്ടോ സ്പ്രെഡ് ചെയ്യാൻ. നിങ്ങൾ വിചാരിക്കും എന്താ കയ്യിലെടുക്കുന്നതെന്ന്. അപ്പോഴാണ് ഇത് അവിടെ ഇവിടെയൊക്കെ ആയി ഇങ്ങനെ നിൽക്കും. ഒരേ കളറ് വരുമ്പോൾ രസം ഉണ്ടാവില്ല. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക കാണാൻ. ഇനി സെർവ് ചെയ്യുക. ഒരു പ്ലേറ്റിൽ ഒരു മുട്ട വെക്കണം കേട്ടോ. മുട്ട നമ്മൾ തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. മുട്ട ഇല്ലാണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എല്ലായിടത്തും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഇനി ആവശ്യത്തിന് നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിൽ, ഒരാൾക്ക് കഴിക്കേണ്ട ചിക്കൻ എത്രയാണോ അത്രയും ഇട്ടിട്ട് നമുക്ക് ആ ചോറ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ, നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടൂലേ ഇങ്ങനെ ഹാഫ് പ്ലേറ്റിൽ ഇങ്ങനെ, അതുപോലെ നമുക്ക് വിളമ്പിയെടുക്കാം. ആ ചിക്കൻ കവർ ചെയ്ത് ഓരോ സൈഡിൽ നിന്നും ചോറ് കൊണ്ട് മൂടി എടുത്തിട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ നെയ്യൊക്കെ വളരെ കുറവേ അരിയിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ 1 സ്പൂണ് നെയ്യെടുത്ത് മുകളിലൊന്ന് തൂവിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ സ്നേഹം തരണേ, മറക്കരുതേ. താങ്ക് യു.